ഉള്ളത് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത സ്ത്രീകൾ ഭംഗിയുള്ള കാഴ്ചയാണ്. അങ്ങനെ ഒരാളാണ് ഇത്തവണ Q18-ൽ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം, സാംസ്കാരിക പ്രവർത്തക, നടി ഗായത്രി വർഷ. സ്വാഗതം Q18-ൽ. താങ്ക് യു. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പൊതുവേ ഈ കോക്കസുകളെയും ലോബികളെയും ഒക്കെ എതിരെ പറയുമ്പോൾ അതൊരു സ്ത്രീയാണെങ്കിൽ കിട്ടുന്ന പണി ചെറുതായിരിക്കില്ല, ആക്രമണങ്ങളൊന്നും ചെറുതായിരിക്കില്ല. അതല്ലേ സത്യം? സത്യമാണത്. സ്ത്രീക്ക് മാത്രമല്ല, അല്ലാതെയും തുറന്നു പറച്ചിലുകളിൽ വളരെ അധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലോകമാണിത്. ആര് പറഞ്ഞാലും തുറന്നു പറയാം. അതുകൊണ്ടാണ് പലരും മൗനമായി പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും പറയണം, കേൾക്കണം, അല്ലെ അവരിതിൽ പ്രതികരിക്കുമായിരിക്കും എന്ന് പറയുന്ന ആരും സംസാരിക്കുന്നില്ലല്ലോ. സ്ത്രീകൾ മാത്രമല്ല, അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് തുറന്നു പറയാനും പ്രതികരിക്കാനും ഇപ്പോൾ പ്രതികരണശേഷിയുള്ളത് സ്ത്രീകളിലാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. പുരുഷന്മാർ അങ്ങനെ ഒന്ന് സറൗണ്ടിങ്സിൽ നോക്കും. ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അയ്യോ ഇവർ പ്രതികരിക്കും, ഇവരത് പറയും എന്ന് പ്രതീക്ഷിക്കുന്ന ആരും അത് പറയാറില്ല. എവിടെന്നെങ്കിലും ഒറ്റപ്പെട്ടതായിട്ടൊക്കെ വരുന്ന സ്ത്രീകളുടെ ശബ്ദങ്ങൾ എന്നുള്ളതാണ് കൂടുതൽ കാണുന്നത്, അല്ലേ? അതാണ് ആ പറയുന്ന കണ്ടൻറ്റിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് പലപ്പോഴും. സീരിയൽ സിനിമ നടിയാണല്ലോ, എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അങ്ങനെയൊക്കെ കുറേയൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിച്ചത് കൊണ്ടുകൂടിയായിരിക്കുമോ താങ്കൾക്കെതിരെ ആ ഒരു സമയത്തൊക്കെ ഒരു സൈബർ ആക്രമണം അടക്കം വന്നത്? ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കുറേ വർഷമായിട്ട് അതുമായി അനുഭവം പുലർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കാത്ത കുറേ പേരൊക്കെ ആയിരിക്കുമോ ഒരു പക്ഷേ അന്ന് അങ്ങനെ ഒരു വലിയ രൂക്ഷ വിമർശനങ്ങൾ? എനിക്കൊന്ന് ആ ഒരു പ്രസംഗവും അതിൽ നിന്നുണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ സമയമായപ്പോഴേക്കും, പ്രത്യേകിച്ചും ആ പ്രസംഗം കൊണ്ട് ഞാൻ വളരെ ശക്തമായ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. സീരിയസ് സിനിമ രംഗത്തുള്ളവർ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യം അപർണ പറഞ്ഞ വളരെ കറക്റ്റാണ്. അവിടെ ഭയങ്കര ഒരു വിധേയത്വത്തിൻ്റെ ഇടമാണ്. പ്രത്യേകിച്ചും ആക്ടേഴ്സ് വളരെ വിനയാന്വിതരായി നിൽക്കേണ്ട ഒരിടം ആണ് സിനിമ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നതും ജനം, ഒരു ആസ്വാദകൻ, പ്രേക്ഷകൻ എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ഒരു സിനിമയും സീരിയലും ഈ നടീനടന്മാരിലൂടെയാണ്. അപ്പോൾ അവർ പ്രധാനപ്പെട്ടതാണെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പൂർണ്ണത തന്നെ ഉണ്ടാവണം. പക്ഷേ അതിന് സമ്മതിക്കാത്തൊരിടം തന്നെയാണ് സിനിമ, സീരിയൽ എന്ന് പറയുന്നത്. അവരെന്നും വിശ്വസ്ത വിധേയരായി നിന്നിട്ട് ആരുടെയൊക്കെയോ ഓർഡർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പാവകളെ പോലെയുള്ളവരാണ് എന്നൊരു അങ്ങനെ ഒരു തീരുമാനമുള്ള പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ആക്ടേഴ്സിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ഈ നിങ്ങളുടെ നിൽക്കുന്ന ഇൻഡസ്ട്രി, ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രി അടക്കം കോർപ്പറേറ്റുകളുടെ ഒരു ആധിപത്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് വിമർശനവുമായിട്ട് വന്ന പലരും പറഞ്ഞത് ഈ കലയെ എന്തിനാണ് ഗായത്രി ഇതിനകത്തേക്ക് വലിച്ചിടുന്നത് എന്ന രീതിയിലൊക്കെ ചോദിച്ചു. നിങ്ങളുടെ അതേ മേഖലയിൽ നിന്ന് ഒരു പക്ഷേ അതേ ജോലി ചെയ്യുന്ന പലരും ആ വിമർശനങ്ങളുമായിട്ട് എത്തി. ആ അഭിപ്രായത്തിലൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഞാൻ പൂർണ്ണമായി ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പം അന്ന് എനിക്കൊന്ന് നവംബറിലാണ് ആ ഒരു പ്രസംഗം ഉണ്ടാകുന്നു, അതിനോടനുബന്ധ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്നും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതേ പ്രയോഗങ്ങളും രീതികളും നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയൊരു ലോങ് ടൈം അറ്റാക്ക് നിന്നിട്ടുള്ളൊരു കാരണം അങ്ങനെ ഒരു ലോങ് ടൈം അറ്റാക്ക് നിൽക്കുന്നത് ആ ഒരു വിഷയം ഇപ്പോഴും റെലവൻ്റായി നിൽക്കുന്നത് കൊണ്ടാണ്. അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അതിൻ്റെ അകത്ത് പ്രതികരിച്ച ഇൻഡസ്ട്രി എന്നുള്ളവരൊക്കെ സ്വന്തം നേട്ടം നോക്കി പ്രതികരിച്ചു വരാം. വളരെ ശക്തമായി പ്രതികരിച്ച് 1-2 പേർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പ്രതികരിച്ച് ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം വിചാരിച്ചിട്ടോ ഇതിൻ്റെ അകത്തെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കണ്ടിട്ടോ ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഈ സീരിയൽ എന്നൊക്കെ പറയുന്നത് ഒരു വിനോദത്തിനുള്ള ഉപാധിയല്ല. ഇത്ര വലിയ വിമർശനങ്ങൾക്കൊക്കെ അതിലൊരു പ്രസക്തി ഉണ്ടോ? അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു മുസ്ലിം കഥാപാത്രങ്ങൾക്ക് പ്രോമിനൻസ് കുറയുന്നത്, അത്തരമുള്ള വിമർശനങ്ങൾക്ക് ശരിക്കും പ്രസക്തി ഉണ്ടോ? അപർണ, ഒരു വിമർശനം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. വിനോദം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിലെ ചെറിയ കാര്യം ആണോ? അല്ല. അങ്ങനെ കാണണം നമ്മൾ. ഒരു മനുഷ്യ സമൂഹത്തിന് വിനോദം ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ തൊഴിൽ സമയത്തെ നമ്മൾ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്? 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, വിശ്രമം, 8 മണിക്കൂർ വിനോദമാണ്.
അപ്പോൾ നമ്മൾ നിർബന്ധിതമായി ജീവസന്ധാരണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു തൊഴിൽ, അത് പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ, ഈ ഒരു ഉപഭോക്തൃ സമൂഹത്തിൽ ഇഷ്ടപ്പെട്ടതോ വേണ്ടതോ ആയിരിക്കില്ല ചെയ്യുക, വന്നു പെടുന്നതായിരിക്കും ചെയ്യുക. പണാധിപത്യ ലോകത്ത് ജീവിക്കാൻ ഇപ്പോൾ ഒരു പൊട്ട് വാങ്ങാനും പൈസ വേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നിടത്താണ് തൊഴിലെടുക്കുന്നത്. വിശ്രമം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരം ആ തൊഴിലിനും കൂടി വേണ്ട രീതിയിൽ ശരീരത്തിന് ജീവൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വിശ്രമം എന്ന് പറയുന്നൊരു തലത്തിലേക്ക് എത്തുന്നത്. ഈ വ്യക്തിത്വത്തെ പരിപൂർണമായിട്ടും ബാലൻസ് ചെയ്യുകയും പൂർണ്ണമാക്കുകയും കോൺട്രിബ്യൂട്ടീവ് ആവുന്ന രീതിയിലേക്ക് അതിനെ ഉണർത്തുകയും ഒക്കെ ചെയ്യേണ്ടത് എന്താണ്? വിനോദമാണ്. അങ്ങനെ ഒരു കോർപ്പറേറ്റ് ആധിപത്യം, ചില സിമ്പലുകൾ അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ, അത് ഒരു മതപരമായിട്ടുള്ള ചില അനോഷൻസൊക്കെ അത് കീപ്പ് ചെയ്യുന്നു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ അതിന് അത്രയൊക്കെ പ്രസക്തി ഉണ്ടായിരുന്നു ആ പരാമർശങ്ങൾക്ക് അന്ന് ഇപ്പോഴും തോന്നുന്നുണ്ട് അല്ലേ? അതായത് അതിലൊന്നും എനിക്ക് പിന്നീട് അതിനകത്തുനിന്ന് കുറവല്ല തോന്നി, കൂടുതൽ. കാരണം പിന്നെ നവംബർ മുതൽ ഇന്ന് 2023 നവംബർ മുതൽ 2024 ജൂലൈ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും അധികം വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു. ഈ പൊതു തെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞത്, എസ്പെഷ്യലി കേരളത്തിൽ അല്ലേ. ഭരണഘടനാ മൂല്യങ്ങളെല്ലാം വെല്ലുവിളി ഉണ്ടാവുന്നു എന്ന് പറഞ്ഞെടുത്ത് ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവായിട്ടുണ്ടായ ഒരു രീതിയിലല്ല കേരളത്തിൽ ഒരു പരിധി വരെയെങ്കിലും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ആ ഒരു തെരഞ്ഞെടുപ്പ് ചലനങ്ങൾ സൃഷ്ടിച്ചത്. എന്തുകൊണ്ട്? എവിടെയായിരുന്നു മാറ്റം വന്നത്? സാംസ്കാരിക തലത്തിലാണ് മാറ്റം വന്നത്. സാംസ്കാരിക ഇടത്തുള്ള ചിന്തകൾക്കാണ് മാറ്റം വന്നത്, പൊളിറ്റിക്കലി അല്ല, രാഷ്ട്രീയമല്ല. ഇത് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ്. പക്ഷെ ഇതിനെ ഇഴവിരിച്ചെടുക്കുമ്പോൾ സാധാരണ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ഒരു സാംസ്കാരിക അവസ്ഥക്ക് ഇവിടെ മാറ്റം വന്നു. എന്തുകൊണ്ട്? ഒറ്റ ചോദ്യമുള്ളൂ. മാധ്യമങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെറുതല്ല. ഏറ്റവും അധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്ത മാധ്യമങ്ങളാണ്. നേതാക്കന്മാർ പറഞ്ഞതൊന്നുമല്ല കേട്ടത്. ഈ കൊടുത്തിരുന്ന പ്രൊപ്പഗൻഡ ഇമേജിലൂടെ വന്നിടത്താണ് സുരേഷ് ഗോപിയുടെ പോലും വിജയം നിർണായകമായി മാറുന്നത്. അദ്ദേഹം ഓരോരുത്തരുടെയും ഫേസ് ടു ഫേസ് പോയിട്ടല്ല ഈ ഇമേജ് കൊടുത്തത്, മാധ്യമങ്ങളിലൂടെയാണ് കൊടുത്തത്, സോഷ്യൽ മീഡിയയിലൂടെയാണ് കൊടുത്തത്. അതിന് ഇത്തരത്തിലുള്ള പ്രൊപ്പഗൻഡകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു മാധ്യമങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരം ചില അജണ്ടകളെക്കുറിച്ച് പറഞ്ഞു. സ്വന്തം മേഖലയിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു? ഏത് തരത്തിലുള്ള പിന്തുണ വന്നു? ഈ പിന്തുണയും ഉണ്ടായില്ല, പിന്തുണ ഉണ്ടാവുകയുമില്ല. ഞാൻ ആ പിന്തുണ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അരച്ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധം നടക്കുന്നതാണ് ഞങ്ങളുടെ മേഖല. അരച്ചാൻ വയറാണ്, പട്ടിണിയാണ് പ്രശ്നം. ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ജയമോഹൻ്റെ ഒരു കഥ പരിഭാഷപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിശപ്പ് എന്താണ്? അതെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാന വികാരം വിശപ്പാണ്. ഈ വിശപ്പിന് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നിടത്ത് വലിയ യുദ്ധം നടക്കുന്ന ഒരു മേഖലയാണ് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ. എന്താണ് ഗ്യാരണ്ടി? എന്താണ് അഷ്വറൻസ്? നാളെ ജോലി ഉണ്ടെന്നുള്ളതിന് എന്താണ് ഒരു ഉറപ്പ്? അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ നമ്മൾ വിധേയപ്പെട്ടും എന്തിനെങ്കിലുമൊക്കെ അനുസരിച്ചും ഇങ്ങനെ, എനിക്കിത് പറയുമ്പോൾ പോലും നമുക്ക് എന്തൊരു ദൗർഭാഗ്യം എന്ന് തോന്നുന്നിടത്താണ് ഇത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള, തലച്ചോറുള്ള, മറ്റൊരാളായി മാറാൻ പറ്റുന്ന എല്ലാ വൈകാരികതയുമുള്ള ആൾക്കാർ പണിയെടുക്കുന്നത്. അങ്ങനെയുള്ള ചില ബോധ്യങ്ങൾ അല്ലെങ്കിൽ അതിൽ അനുഭവിക്കുന്ന അത്തരം ഫ്രസ്ട്രേഷൻസ് ഇതൊക്കെ വെച്ച് പുലർത്തുന്ന ഇൻഡസ്ട്രിയിലാണ് ഇത് കുറച്ചും കൂടെ എവിഡൻ്റ് ആണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു ഈ ആസിഫ് അലി രമേശ് നാരായണൻ വിഷയം വന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതരം ഒരു ആറ്റിറ്റ്യൂഡുകൾ വരുന്നത് ആ തരത്തിലാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇന്ന് ഈ സൺഡേ നിൽക്കുമ്പോൾ ഈ ആസിഫ് അലി രമേശ് നാരായണൻ ഇഷ്യൂ എനിക്ക് തോന്നുന്ന ഒരു ബൈ തേഴ്സ്ഡേ ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ് അല്ലേ? ആസിഫിൻ്റെ പത്ര സമ്മേളനത്തോടു കൂടി നമ്മളത് ക്ലോസ് ചെയ്തു. ഞാൻ ആ വിഷയത്തെ കാണുന്നത് ഇത് രണ്ടുമല്ലാത്തൊരു ആംഗിളിലാണ് കാണുന്നത്. എനിക്കിതിൻ്റെ അകത്ത് രണ്ടുപേരുടെ പ്ലസ് മൈനസ് എന്നുള്ളിടത്തല്ല ഞാനിതിനെ കാണുന്നത്. ഓഫ് കോഴ്സ് ആരാണ് കലാകാരൻ? ഇത് മാർസിയൻ ഫിലോസഫിയിൽ നമ്മൾ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം വരുന്നത് കല സമൂഹത്തിന് വേണ്ടിയാണ്. കല സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. കലയ്ക്ക് വേണ്ടി എന്നുള്ള മുദ്രാവാക്യങ്ങളെ വിട്ടിട്ട് നമ്മൾ പറയുന്നത് കല സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. കല സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. കല സമൂഹത്തെ മുന്നോട്ട് നടത്താൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഈ കല ആരാണ്? കലയുടെ പ്രയോക്താവ് ആരാണ്? കലാകാരനാണ്. അപ്പോൾ ഈ കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന മെച്യൂരിറ്റി ആരെല്ലാം ഉണ്ടാവേണ്ടത്? കലാകാരനിലാണ് ഉണ്ടാവേണ്ടത്. സമൂഹം അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. മെച്യൂർഡ് ആയിരിക്കണം. നമ്മൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റിലും നമ്മൾ ഇമ്മെച്യൂറായി പോയാൽ നമ്മളിലെ കലാകാരൻ ബലൂൺ അഴിച്ചിട്ട് പോയി എന്നാണ് അതിനർത്ഥം. നമ്മളൊരു സാധാരണക്കാരനായി പോയി എന്നാണ് അർത്ഥം. വൈകാരികത നമ്മളെ സമൂഹം അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു കലാകാരന് വൈകാരിക ഇടങ്ങളിലെ അപജയം സംഭവിക്കാൻ പാടില്ല. അത് സംഭവിച്ചു. ആർക്ക്? രമേശ് നാരായൺ സാറിന് അത് സംഭവിച്ചു. ഇൻസ്റ്റിങ്ക്റ്റ് ആയിരിക്കാം, ആ നിമിഷത്തെ ആയിരുന്നിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷയില്ലായ്മയാണ് ആസിഫിന് അത്ര വലിയ സപ്പോർട്ടായി വന്നത്. ആസിഫിന് സപ്പോർട്ടായി വന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, അത് അത്രയും സപ്പോർട്ടീവായി വന്നതിൻ്റെ കാരണം ചോദിച്ചാൽ ജനകീയനാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ഗോഡ് ഫാദർ ഇല്ലാത്ത, സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന ഒരാളായതുകൊണ്ടാണ് ആസിഫ് അലി അങ്ങനെ ഒരു അവഗണന നേരിട്ടത് എന്നൊക്കെ സമൂഹ മാധ്യമങ്ങൾ പലരും പറഞ്ഞു. അത്തരം ചർച്ചകൾക്കൊന്നുമില്ല, ഇടമേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ബലമായ ഇഷ്ടം. ഒരു കലാകാരനെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടത്തിന് കോട്ടം വരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ആ ഇഷ്ടത്തെ, എൻ്റെ കുഞ്ഞിനെയാണ് അവൻ അടിച്ചതെന്ന് തോന്നുന്നൊരു, അല്ല എൻ്റെ കുഞ്ഞിനോടാണ് അവൻ നീതികേട് കാണിച്ചത് എന്ന് തോന്നുന്ന ഒരു വികാര പ്രകടനം ജനങ്ങളിൽ നിന്ന് ആസിഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി തന്നെ ഉണ്ടായത്. ആ പ്രിയത്വമാണ് അത് കൊടുത്തത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ കലയില്ല. നമ്മളൊരു സിനിമ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ വൈകാരികമായ ഇഷ്ടമാണ്. ഒരു പാട്ടിനെ ഇഷ്ടപ്പെടുന്നത് എന്താ? വൈകാരികമായ ഇഷ്ടമാണ്. കുറച്ചുകൂടെ ബൗദ്ധിക നിലവാരമുള്ള ചാനലുകൾ വൈകാരികമായി ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാവുന്നത്. ഈ വൈകാരികതയാണ് എല്ലാത്തിലും നിർത്തി. ഈ വൈകാരികതയുടെ ഒരു ശോഷണം, ഇല്ലായ്മ, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിന് വേണ്ടി അല്ല എന്നൊരു തോന്നൽ കലാകാരൻ ജനം പ്രതീക്ഷിക്കില്ല. രമേശ് നാരായൺ സാറിന് ആ കാര്യത്തിൽ ഒരു തെറ്റ് പറ്റി. അത് തെറ്റാണ്. പക്ഷേ അത് അംഗീകരിക്കാം. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. അത് ഏത് തരത്തിലാണ് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ വന്നത്. അമ്മ എന്ന സംഘടന പരിപൂർണമായിട്ട് ആസിഫ് അലിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. പോസ്റ്റർ അടിക്കുന്നു, എല്ലാവരും ആ പോസ്റ്റർ ഷെയർ ചെയ്യുന്നു, അതൊക്കെ നിൽക്കുന്നു. നടിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് ഇതേ സംഘടന ഏത് രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളൊക്കെ ആ സമയത്ത് വന്നതാണ്. അങ്ങനെ ഒരു വ്യത്യാസം അവിടെ കണ്ടില്ലേ? ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഗായത്രി വർഷ എന്ന ഒരു നടി സൈബർ ആക്രമണം തുടർച്ചയായി നേരിട്ട സമയത്ത്, ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ പിന്തുണ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, സ്ത്രീകളുടെ വളർച്ചയ്ക്ക് പൊതുവേ നമ്മളൊരു സാമാന്യ നിർവചനം പറയുമ്പോൾ സ്ത്രീകളുടെ വളർച്ചയ്ക്കും സ്ത്രീ മുന്നേറ്റങ്ങൾക്കും ഒരുപക്ഷെ പഴയ കാലങ്ങൾ എന്ന് വെച്ചാൽ പുരോഗമന ആശയങ്ങളൊക്കെ ഞാൻ ഈ രാഷ്ട്രീയമല്ല കേട്ടോ പറയും, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന്, നവോത്ഥാനത്തിൻ്റെ ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വന്ന സമയത്തുണ്ടായിരുന്ന അത്രയും പോലും പിന്തുണ കിട്ടാത്തൊരു കാലഘട്ടമായത്. അയ്യോ ഇത്രയും അങ്ങോട്ട് പോകണോ സ്ത്രീ എന്ന് പറയുന്ന ഒരു തോന്നലിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു പൊതുധാര വളർന്നു വന്നേക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളത് നിൽക്കുന്നത്. ഇത് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതിജീവനത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്തപ്പെട്ടു പോയ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് അത്തരം സപ്പോർട്ടില്ലായ്മ. ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തിപരമായി പറഞ്ഞാൽ ഈ ജെൻഡർ ബയസ് എന്താണെന്നറിയാത്തൊരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. താഴെയുള്ള രണ്ട് ബ്രദേഴ്സിൻ്റെ മൂത്ത ചേച്ചിയായിട്ടാണ് ഞാൻ വളർന്നത്. അപ്പം ഞാനായിരുന്നു ആ വീട്ടിലെ ഡോമിനേറ്റ്. പെണ്ണായതുകൊണ്ട് നീ അവന്മാർ പറയുന്നത് കേട്ടാൽ മതി, അല്ലെ അവന്മാരുടെ താഴെ നിന്നാൽ മതി എന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. 8 വയസ്സ് മുതൽ പൊതുരംഗത്ത് ബാലസംഘം മുതലുള്ള ഇടങ്ങളിൽ ഇടപെടുമ്പോൾ എൻ്റെ അച്ഛനും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ വൈക്കം വിശ്വൻ ചേട്ടനെ പോലെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്ന ഒരിടത്ത് ഇവരാരും നീ പെൺകുട്ടിയല്ലേ മാറി നിൽക്കുക, അവൻ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകരെ കയറ്റി നിർത്തിയ അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ഞാനതറിയുന്നുണ്ട്. നിങ്ങളുടെ ഇൻഡസ്ട്രി ഇപ്പം സിനിമാ താരങ്ങളുടെ സംഘടനയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു ഇൻഡസ്ട്രി എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു പിന്തുണ നൽകുന്നില്ല, കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അത് പൊതുസമൂഹത്തിൻ്റെ പൊതുവായുള്ള, അത് സിനിമയിലേക്ക് സീരിയലിലേക്ക് നമ്മൾക്ക് ഒതുക്കേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് പൊതുവായി ഉള്ള ഒരു നിലപാടാണത്. പക്ഷേ അത് ഭയങ്കര വൈകൃതമാണ്, സാമൂഹ്യ വൈകൃതമാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പൊതു രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ പണാധിപത്യ ലോകമാണ്, ഇവർ കൺസ്യൂമറാണ് ആവശ്യം. പക്ഷേ ഞാനെപ്പോഴും ഒരു എതിരഭിപ്രായം പറയട്ടെ. ഇപ്പോൾ
ഒരു നേഴ്സിനെതിരെയാണ് ഒരു പ്രശ്നം വരുന്നതെങ്കിൽ, ഇപ്പം വന്ദന മോഹൻദാസിന് ഒരു വിഷയം വന്ന സമയത്ത് എങ്ങനെയാണ് ഡോക്ടർമാരുടെ സംഘടന നിന്നത്? ഇപ്പം നേഴ്സുമാർക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ അവർ നിൽക്കുന്നത്, ഇതിലൊക്കെ എല്ലാം പരിപൂർണ്ണമാണെന്ന് ഞാൻ പറയുന്നില്ല. കുടുംബശ്രീ പ്രവർത്തകരിൽ ഒരാൾക്കെതിരെയാണ് പ്രശ്നം വരുന്നതിൽ അവരെങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ള ഇത് അല്ലാത്ത പല കൂട്ടായ്മകളും ഈ മുന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സിനിമയിൽ കൂടെ അല്ലെങ്കിൽ സീരിയലിൽ കൂടെ സ്ത്രീപക്ഷവാദം ഇങ്ങനെ ഉറക്കെ പറയുന്ന ചില ഇടങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അത്തരം വിഷയങ്ങളിൽ പിന്തുണ പരിപൂർണമായിട്ട് കൊടുക്കുന്നില്ല? അതേ സമയത്ത് അവർക്കൊരു പുരുഷ താരത്തിനോ പുരുഷ അഭിനേതാവിനോ പിന്തുണ കൊടുക്കുന്നതിന് ഒരു മടിയില്ല. ആസിഫ് അലിക്ക് പിന്തുണ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിൽ അവർ സംശയിക്കുന്ന പോലുമില്ല. ഈ പറയുന്നത് നമുക്ക് ജനറലി എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെയാണ് നമ്മളുടെ ഇത്രയും ചെറിയൊരു സെഷൻ്റെ അകത്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റിയോട് നൽകുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അതൊരു വലിയൊരിടമാണ്, അതൊരു സ്ത്രീവിരുദ്ധ ഇടമാണ്. സ്ത്രീവിരുദ്ധ ഇടം എന്നല്ല പറഞ്ഞത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രത്യക്ഷ കച്ചവടം എവിടെയാണ് നടക്കുക? സിനിമയിൽ പ്രത്യക്ഷ കച്ചവടം നടക്കുന്ന ഒരിടമാണ് അല്ലേ? നമ്മളൊരു സ്റ്റാറിനെ, ഇപ്പം ഞാൻ സിനിമയുടെ ചില മറ്റു ഇടങ്ങളിലേക്ക് ആസ്പിറൻ്റ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നടക്കുമ്പോഴും പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാകുന്നത്, ആ സിനിമ വിറ്റു പോകണമെങ്കിൽ ആര് വേണം? ഒരു സ്റ്റാർ വേണം. സ്റ്റാർ ആരാ? സ്റ്റാർ പുരുഷനാ. സ്ത്രീ സ്റ്റാറുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സ്ത്രീക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ വില കിട്ടും. ഒരു നയൻതാരയോ ഒരു മഞ്ജു വാര്യരോ ഉണ്ടായാൽ പോരാ ഇവിടെ. സ്ത്രീക്ക് വേണ്ടി പറയുന്ന കഥകളും സ്ത്രീക്ക് വേണ്ടി വരുന്ന സിനിമകളും സ്ത്രീക്ക് വേണ്ടി ഉള്ള പ്രൊഡക്റ്റുകളും മാർക്കറ്റും ലൈവ് ആയിക്കഴിഞ്ഞാൽ ഈ സ്ഥിതി മാറും. അവൾക്ക് വേണ്ടി കഥകൾ എഴുതണം. ഷീലാമ്മ ഏറ്റവും കൂടുതൽ അന്ന് വരുമാനം വാങ്ങിയിരുന്നത് ഷീലാമ്മയാണ്. ഒരുപക്ഷെ നസീർ സാറിനേക്കാൾ കൂടുതൽ റെമോണ്ടേഷന് മേലെ അന്ന് പോയിരുന്ന ഒരേ ഒരു നടി ഷീലാമ്മയാണ്. അവർക്ക് വേണ്ടി കഥകൾ എഴുതുന്നുണ്ടായിരുന്നു. ഒരു പെണ്ണിൻ്റെ കഥ അവർക്ക് വേണ്ടി മാത്രം എഴുതിയതായിരിക്കും. ഷീലാമ്മ അഭിനയിച്ചിട്ടുള്ള പല സിനിമകളും അവർക്ക് വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വടക്കൻ പാട്ടുകൾ ഷീലാമ്മയ്ക്ക് പകരം മറ്റൊരാളെ കാണാൻ നമുക്ക് പറ്റാത്ത സമയം ഇപ്പോഴും ഉണ്ട് സിനിമ കാണുമ്പോൾ. എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മാർക്കറ്റ് വിലയില്ലാത്തവന് ഇൻഡസ്ട്രി വിലയില്ല. ഈ ഇൻഡസ്ട്രി വിലയില്ലാത്ത ഒരാളെ താങ്ങേണ്ട കാര്യം ആർക്കും ഇല്ല. ഒരു പ്രൊഡ്യൂസർക്കില്ല, ഒരു ഡയറക്ടർക്കില്ല, ആർക്കും ഇല്ല. അപ്പോൾ പെണ്ണുങ്ങളോ എന്തെങ്കിലും ആവട്ടെ, ആരെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആരെയാ? മാർക്കറ്റുള്ളവനെ. സിമ്പിൾ. ഇതാണ്. ഇത് ക്ലിയർ ആയോ, അതിന് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് അതാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പലപ്പോഴും ഇങ്ങനെ തുറന്ന് പറയുന്നതിലൂടെ ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ലേ? അത് അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ടോ? 100%. ഇപ്പോഴെന്നല്ല, പ്രതികരിക്കുന്ന ഓരോ സമയങ്ങളിലും എന്നെപ്പോലെ ആരെല്ലാം പ്രതികരിച്ചിട്ടുണ്ടോ അവരെല്ലാം മടുത്ത് എനിക്കിവിടെ ഒരു രക്ഷയില്ല, ഞാൻ ഇട്ടിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. ഗായത്രി ഒരാളല്ല, എത്രയോ പേര് പ്രോമിസിങ് ആയിട്ട് കണ്ടവർ, ആണും പെണ്ണുമൊക്കെ. എൻ്റെ അകത്ത് ഒരുപക്ഷെ ഈ മാർക്കറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ അനുഭവങ്ങളുണ്ടെങ്കിലും പുരുഷന്മാർ, നല്ല നല്ല സംവിധായകർ, നല്ല നല്ല ക്യാമറാമാർ, നല്ല എഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെ എത്രയോ പേര് വന്നുപോയി. സിനിമയും സീരിയലിലെയും അവസരം അങ്ങനെ കൃത്യമായി മുന്നിലെത്തിയിട്ട് കിട്ടാതിരിക്കുകയും അത് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നിലവിൽ സീരിയൽ ഞാൻ അഭിനയിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ നിലവിൽ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എനിക്ക് സീരിയൽ എന്ന് പറയുന്ന ഇടത്ത് ഗായത്രിക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്ന് ഇനി ആരും പറയില്ലായിരിക്കാം. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും എനിക്കൊന്ന് 2 വർഷം കഴിഞ്ഞ് സസ്നേഹം എന്ന് പറഞ്ഞ സീരിയലൊക്കെ നിർത്തിയിട്ട്, എന്നിട്ട് ഇന്നലെ പോലും സസ്നേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കാണുന്നുണ്ട്. ആ ഇഷ്ടം പ്രേക്ഷകരിൽ നിന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു കഥാപാത്രം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന വിശ്വാസത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. പക്ഷേ സീരിയൽ ഇപ്പം ഞാൻ തൽക്കാലം അഭിനയിക്കുന്നില്ല എന്നുള്ള തീരുമാനം തന്നെ ആണ്. ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറണം. ഇൻഡസ്ട്രിയുടെ ഈ നിരുത്തരവാദപരമായ സ്വഭാവം മാറണം. അതിന് ചാനലുകൾ കുറച്ചുകൂടിയൊക്കെ കൈയഴിഞ്ഞ സമീപനങ്ങൾ ഉണ്ടാവണം. അവിടെ പണിയെടുക്കുന്നവർ മനുഷ്യരാണ്. അവർക്ക് മാനുഷികമായി ഈ പറയുന്ന പോലെ ഈ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്ന് തന്നെയാണ് എനിക്ക് അവരെ വിളിക്കാൻ ഇഷ്ടം. ഞങ്ങളുൾപ്പെടെയുള്ള ഈ തൊഴിലാളികൾക്ക് വിനോദം എന്ന് പറയുന്ന ഒരു 8 മണിക്കൂറിൻ്റെ സൗജന്യം കൊടുക്കാനുള്ള മര്യാദയെങ്കിലും
കാണിക്കണം എന്നൊക്കെ പറയുന്ന അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഭിനയിക്കാതിരിക്കുന്നത്. സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്തരം ചില വിവേചനങ്ങൾ വ്യക്തമാണ്, അത് സ്വന്തമായിട്ട് അനുഭവിക്കുന്നുണ്ട് പറയാണ്. ഇങ്ങനെയുള്ള വിവേചനങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അത് സർക്കാരിൻ്റെ മുന്നിലെത്തിയിട്ട് കുറച്ചല്ല, ഇപ്പോഴാണ് ഇനി അത് പരിഗണിക്കാവുന്നൊരു തീരുമാനത്തിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. അപ്പോഴും കുറച്ച് സമയമെടുത്തു. അതായത് ആ ഇൻഡസ്ട്രിയിലെ വമ്പൻ സ്രാവുകളെ തൊടാൻ സർക്കാരിന് പോലും ഒരു പേടിയുണ്ട്, അങ്ങനെയല്ലേ സാധാരണ ജനങ്ങൾക്ക് തോന്നുക? ഈ വമ്പൻ സ്രാവുകൾ ആരൊക്കെയാണെന്ന് അപർണയ്ക്കറിയോ? ഈ വമ്പൻ സ്രാവുകളെ തൊടാൻ സർക്കാരിന് പേടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വമ്പന്മാർ അതിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് ഹേമ കമ്മീഷൻ പൂഴ്ത്തിവെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങൾ പറയുന്നു എന്നല്ലാതെ ഈ പറയുന്ന വമ്പന്മാർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പറയുമോ? എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നില്ല? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നയാളുടെ പേരിൽ എക്സർവൈ ഇന്നയാളുടെ പേരിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സർക്കാരിന് അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ട്? അങ്ങനെ മാധ്യമങ്ങൾ തുറന്നു പറയുമെന്ന് അല്ലേ? നിങ്ങൾ പറയോ? ഇല്ല, സ്വാഭാവികം. ഉത്തരം ക്ലിയർ അല്ലേ? കാസ്റ്റിംഗ് കോച്ച് അടക്കമുള്ള കാര്യങ്ങൾ സിനിമയിൽ സജീവമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അതിനകത്തുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പുറത്തു വന്ന എല്ലാ വിവരങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ? ഉണ്ടാവാം, അതിലൊരു കാരണം അതൊക്കെ തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഈ കാസ്റ്റിംഗ് കോച്ച് സിനിമയിൽ ഉണ്ട്, ഇല്ല എന്നല്ല. ഏത് പെണ്ണ് വന്നാലും എങ്ങനെയാണ് പറ്റുമോ, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാം എന്ന് പറയുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അത് സിനിമയ്ക്കകത്തുണ്ട്. സിനിമയ്ക്കകത്തല്ല, ലോകത്തിൽ എവിടെയും അതില്ലാത്ത. ഒരു സ്ത്രീയുടെ അടുത്ത് അവളുടെ ഒരു ശരീരമാണ് സ്ത്രീ എന്നല്ലാതെ കരുതുന്നത് ഏതിടമാണ് സമൂഹത്തിൽ ഉള്ളത്? ഏത് പ്രൊഫഷനാണുള്ളത്? ഇതിനെ എതിർത്ത് നിൽക്കുന്ന സ്ത്രീകളുണ്ട്, മറികടക്കുന്ന സ്ത്രീകളുണ്ട്, മറികടക്കാൻ ചില ഇടങ്ങളുള്ള സ്പേസുകളുള്ള സ്ഥലങ്ങളുമുണ്ട്. വിദ്യാഭ്യാസം കൊണ്ടും മറ്റൊരിടങ്ങൾ കൊണ്ടൊക്കെ ഒരു ചെയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ അധികാരം കൊണ്ടും ഒക്കെ മറികടക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. അതല്ലാതെ എവിടെയും സ്ത്രീക്കിതില്ലേ? അപ്പോൾ ഇത്രയും ഗ്ലാമറസ് ആയിട്ട് നിൽക്കുന്ന ഒരിടത്ത് ഇത്രയധികം എന്താണ് പ്രശ്നമെന്നറിയോ? നേരത്തെ പറഞ്ഞതുപോലെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ, ഞാൻ പറഞ്ഞിടത്ത് പ്രത്യക്ഷ സൂചന ഇല്ലെങ്കിൽ പോലും നമുക്ക് മാർക്കറ്റുള്ള, നമുക്ക് സ്പേസുള്ള, നമ്മൾക്ക് അനിവാര്യതയുള്ളൊരിടം ഉണ്ടാവണം. ഇപ്പം ഞാനല്ലെങ്കിൽ വേറൊരാളുണ്ട്. ഇപ്പോൾ ഒരു കഥാപാത്രം, ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കഥാപാത്രം, നായകൻ്റെ അമ്മ അല്ലെ നായികയുടെ അമ്മ, അത് ഗായത്രിയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗായത്രി വരുമ്പോൾ ഗായത്രി തന്നെ അത് അഭിനയിക്കണം, ഗായത്രി തന്നെ അഭിനയിക്കുന്നതാണ് സിനിമയ്ക്ക് നല്ലത്, അല്ലെ ആ പ്രൊഡക്റ്റിന് നല്ലത് എന്ന് പറയുന്നൊരു നിർബന്ധത്തിലേക്ക് സ്ത്രീയുടെ പദവി ഉയരണം. ഇതില്ല, സമൂഹത്തിൽ ഒരിടത്തും ആ പദവി ഇല്ല. അതുകൊണ്ടാണ് ഈ അധിക്ഷേപങ്ങൾ ഉണ്ടാവുന്നത്. ഈ പദവി ഉയരാൻ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയുള്ള കഥകൾ ഉണ്ടാവണം. ഇപ്പോൾ സ്ത്രീ കഥകൾക്ക് ഇവിടെ മാർക്കറ്റില്ല, ആരും കാണുന്നില്ല, അഭിപ്രായമില്ല എന്ന് പറഞ്ഞാൽ ഉള്ളൊഴുക്ക് പോലുള്ളൊരു സിനിമ ജനം സ്വീകരിക്കില്ല, അല്ലേ? 2 സ്ത്രീകളായിരുന്നു. അതിലെ ഒരു സ്ത്രീ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് എത്രയോ സമയം അവസരങ്ങൾ ഇല്ലാതായി പോവുകയും, അല്ലെങ്കിൽ അത്രയും മെറിറ്റുള്ള ഒരാളായിട്ട് പോലും എത്രത്തോളം ആ സ്ക്രീനിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നൊക്കെ മലയാളികൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് നടക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് പിന്നെ ഉള്ളൊഴുക്ക് വരുന്നത്. പാർവതി എത്രയോ കാലത്തിന് ശേഷം. പാർവതിയെ പോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു അഭിനേത്രി, പാർവതി നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രി. നമുക്കറിയാം, ഉള്ളൊഴുക്ക് കാണുമ്പോഴും നമ്മൾ ഉർവശി അവർ ഗ്രീൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഉർവശിയുടെ കഥാപാത്രം അത്ര മികവുള്ളതാകുമ്പോഴും ഉർവശി ചേച്ചിക്ക് പാർവതിയുടെ കഥാപാത്രത്തിൽ കൂടിയാണ് സിനിമ പോകുന്നത്. അപ്പം അങ്ങനെ ആ സിനിമ പോകുന്ന ഇടത്ത് ഉർവശി ചേച്ചി പലപ്പോഴും നിലാവിൻ്റെ ശോഭയിലേക്ക് എത്തപ്പെട്ടത് പാർവതിയുടെ പെർഫോമൻസിലാണ്. ചില സീനുകൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ എല്ലായിടത്തും ഉർവശി ചേച്ചിയുടെ കഥാപാത്രം അല്ല സൂര്യൻ. അപ്പോൾ നിലാവിൻ്റെ ശോഭയിലേക്ക് ചേച്ചിയുടെ കഥാപാത്രം എത്തുന്ന പാർവതിയുടെ കഴിവിലാണ്, അല്ല പാർവതിയുടെ അഭിനയ മികവിലാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർവതി ഈ ബോൾഡായി നിൽക്കുന്നത് കൊണ്ട് മാത്രം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ പാർവതി മിണ്ടാതിരുന്നെങ്കിൽ ഇത്തരം സാമൂഹ്യ ഇടങ്ങൾ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, ഇത്തരം സാമൂഹ്യ ഇടങ്ങളിലെക്കുറിച്ച് ഇത്ര ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാവാതിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമ്പർ ഓഫ് ഫിലിംസും ഇതിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളും പാർവതി ചെയ്തേനെ. അങ്ങനെ പാർവതി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന പോലെ നയൻതാര അല്ലെങ്കിൽ മറ്റാരെങ്കിലും എക്സോബായി എന്ന് പറയുന്ന പോലെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് പാർവതിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന സിനിമയുടെ ഇടങ്ങളിലേക്ക് പാർവതിക്ക് എത്താൻ കഴിയുമായിരുന്നു. അപ്പോൾ പാർവതി ശബ്ദിച്ചതല്ലേ കുഴപ്പം?
ഇത് അഡ്വാൻസ് ആയിട്ട് തിരിച്ചറിയുന്ന പലരും മിണ്ടാതിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ചർച്ചയുടെ ആ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ആണും പെണ്ണും. ഇപ്പം ആസിഫ് അലി സ്വന്തമായി വെട്ടിക്കയറി വന്നു എന്ന് പറയുമ്പോഴും ആ വെട്ടിക്കയറി വന്ന ഒരു കസേര എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നിടം വരെ സ്ട്രഗിളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വരിക. അതിൽ ഇപ്പോൾ പറഞ്ഞ പോലെ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാം എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എടുക്കുന്നു. ഇതൊക്കെ ഉത്തരം പറയാൻ പരിമിതി ഉണ്ടാവുമെന്നറിയാം, എങ്കിലും ഞാൻ പറയാം, അങ്ങനെ ഈ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കുന്നു പറയുമ്പോൾ നമുക്ക് ആരെയോ രക്ഷിക്കാനുണ്ട്. നമ്മൾ ആരെയാണ് രക്ഷിക്കേണ്ടത്? ഇപ്പം പുഴുക്കുത്തുള്ളൊരു വിഗ്രഹമാണെങ്കിൽ അത് തകർന്നു പോകട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെ ജനറലായിട്ട് തോന്നുന്നില്ലേ? ഇത് ഈ ഭാഗം ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്ത് ഈ വിവാദ ഭാഗങ്ങളിൽ രണ്ടുപേരും ഇല്ലേ? രണ്ട് കക്ഷികൾ ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നത് ലൈംഗിക ചൂഷണങ്ങൾ തന്നെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? വേറൊന്നുമല്ല. സാമ്പത്തിക ചൂഷണമോ മറ്റു രീതിയിലുള്ള വ്യക്തിഹത്യകളോ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് ലൈംഗിക ചൂഷണങ്ങൾ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ വിവാദ ഭാഗങ്ങൾ വെക്കുമ്പോൾ ഇപ്പം ഏതെങ്കിലും വമ്പൻ സ്രാവുകൾ ഏതെങ്കിലും ആണുങ്ങളെ തൊടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്ത് വരാത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്കിത് അറിയില്ല, സത്യസന്ധമായി ഞാൻ പറയുന്നത് എനിക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയുമില്ലേ, അവരെന്ത് ചെയ്യണം? അവരൊരു അധികാരം എടുത്ത് അതിന് ഒരു പൊതുവായ നടപടിക്രമത്തിലേക്ക് നീങ്ങണം എന്നുള്ള സത്യസന്ധമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവരുടെ അനുഭവങ്ങളെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഭവങ്ങളെ ഇനി സമൂഹത്തിലേക്ക് വലിച്ചൊഴിച്ചിട്ട് അവരെ ഇനി ഇവിടെ നിൽക്കാൻ മേലാത്ത രീതിയിലേക്ക് ഇപ്പം ഈ പറയുന്ന രീതിയിലേക്ക് പേരിട്ട് അഭിസാരിക, വ്യഭിചാരിണി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഇടങ്ങളിലേക്ക് കൊണ്ടുവരാഞ്ഞിട്ടാണോ ഇതിന് വേണ്ടിയിട്ട് ഇത്രയധികം ആർപ്പുവിളി കൂട്ടുന്നവരുടെ ശ്രമം? അതല്ലാതെ ഒരു അങ്ങനെ ഒരു വശം സ്ത്രീപക്ഷത്തിൽ അല്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എനിക്കിത് അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല, എങ്കിൽ പോലും വൈകാരികമായി തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ് ആ ചോദ്യമെങ്കിൽ, സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണ് അതിന് ചോദ്യമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇതിനില്ലേ? മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടാണ് ചോദ്യമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയില്ലേ? നേരത്തെ അപർണ സൂചിപ്പിച്ച പോലെ നമുക്കെല്ലാം അറിയുന്ന പോലെ, അപർണ എന്ന് പറയുന്ന വ്യക്തിയല്ല ഞാനീ പറയുന്നത്, നമ്മളെല്ലാവരും സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ ആണിനും പെണ്ണിനും രണ്ട് നീതിയാണെന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഈ വിഷയം എടുത്തിട്ട് കൊടുത്താൽ ഏറ്റവും കൂടുതൽ നീതികേട് ആരുടെ തലയിലായിരിക്കും വരേണ്ടി വരിക? നമ്മൾ ഇന്ന് ബഹുമാനിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന നമ്മുടെ ചെറിയ ചില മക്കൾക്കായിരിക്കും, പെൺകുട്ടികൾക്കായിരിക്കും. ഇപ്പോൾ ചാർലി ചാപ്ലിൻ മരിച്ച ശേഷമാണ് അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാനിപ്പുലേറ്ററുകളുടെ കാര്യങ്ങൾ പുറത്തു വരണമെങ്കിൽ അവരുടെ കാലം കഴിയണം എന്നുള്ളത് ഒരു വല്ലാത്ത പേടിപ്പെടുത്തുന്ന ഒരു കാര്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആരെയെങ്കിലുമൊക്കെ തേജോവധം ചെയ്യുന്ന രീതിയിലേക്ക് മുന്നിലേക്ക് ഇട്ടുകൊണ്ടല്ലാതെ സർക്കാരിന് ചില നടപടിക്രമങ്ങളിലേക്ക് മാറാൻ പറ്റും എന്നുള്ള വിശ്വാസം എന്നെപ്പോലുള്ളവർക്കെങ്കിലും ഉണ്ട്. അതിനുള്ള ശ്രമം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഞാൻ ഉൾപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ ചേംബറിലുണ്ട്. വളരെ അനുഭാവപൂർണ്ണമായിട്ടുള്ള, അത് സിനിമയിലൊരു തീരുമാനം എടുക്കുന്നവരെ എടുക്കാൻ പറ്റില്ല സീരിയലിൽ, കാരണം സീരിയലിൻ്റെ സെൻട്രൽ മിനിസ്റ്ററുടെ കയ്യിലാണ്. അപ്പോൾ വളരെ അനുഭാവപൂർവമായുള്ള പ്രതികരണങ്ങൾ നടപടിക്രമങ്ങളിലുമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ള നിലപാടുകൾ അതിൻ്റെ അകത്ത്, തീരുമാനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ഉൾപ്പെടെയുള്ള തീർച്ചയായിട്ടും പുള്ളിക്കാരി ബഹുമാനിയ അഡ്വക്കേറ്റ് സതീദേവി വളരെ വളരെ കാർക്കശ്യത്തോടെ പറയുന്നുണ്ട്, ഗായത്രി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അതുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രതീക്ഷകൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഇടത് പ്ലാറ്റ്ഫോമുകളൊക്കെ സജീവമായിട്ടുള്ള ഒരാളാണ്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയം മനസ്സിലുണ്ടോ? മുഴുവൻ സമയ രാഷ്ട്രീയം എന്നുള്ളിടത്ത് എന്താണ്, ഒരു മുഴുവൻ സമയ സാമൂഹ്യജീവി തന്നെയാണ് ഞാൻ. എനിക്ക് എന്താ പറയുക, ചെറിയ ചെറിയ സാമൂഹ്യ ഇടപെടലുകളില്ലെങ്കിൽ എന്തോ ഒരു കുറവ് വരുന്ന പോലെ തോന്നുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു പാർലമെൻ്ററി സംവിധാനം മനസ്സിലില്ല, ഇഷ്ടമല്ല. ഈ 75% സംവരണം സ്ത്രീകൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞ ഒരാൾ കൂടിയാണ് അല്ലേ ഞാൻ. അത് ഒരുപാട് തെറ്റായി വ്യാഖ്യാനിച്ചത് കേട്ടോ. 75% സംവരണം വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. കാലികമായി സ്ത്രീയുടെ വളർച്ചയ്ക്കനുസരിച്ച് 50% സംവരണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ജനസംഖ്യാ അനുപാതത്തിലുള്ള പങ്കാളിത്തം. ജനസംഖ്യാ അനുപാതത്തിലുള്ള പങ്കാളിത്തം എന്ന് പറയുമ്പോൾ 50% സ്ത്രീകളുള്ള ഒരു രാജ്യത്ത്, 50%-നടുത്ത് ഇന്ത്യയിലും 50%-ലേറെ കേരളത്തിലും ജനപങ്കാളിത്തമുള്ള ഒരു സ്ഥലത്ത് ആ ജനസംഖ്യാ അനുപാതത്തിലുള്ള ആനുകൂല്യം, പങ്കാളിത്തം നിയമാനുസൃതമായി വേണം എന്നാണ് പറഞ്ഞത്. അതെ. അപ്പോഴും ഈ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഇത് ചോദിക്കാൻ, ഇപ്പോൾ ഉയർന്ന പദവികളിലൊക്കെ സ്ത്രീകളെ ഇരുത്താൻ എല്ലാവർക്കും ഉള്ളൊരു മടി, അത് ഈ ഏത് മേഖലയിലും തുല്യനീതി ആവശ്യപ്പെടുന്ന സ്ത്രീയെ കുഴപ്പക്കാരിയായിട്ട് ചിത്രീകരിക്കുന്ന
ആ ഒരു ഇത്. അത് വലിയ സ്ത്രീ വാദം പറയുന്നവർ പോലും അതേ നിലപാടെടുക്കുന്നവരാണ്. അങ്ങനെ ഒരു ഹിപ്പോക്രസി ഇനി വരുന്ന നാളുകളിൽ സ്ത്രീകൾക്ക് നേരിടാൻ കഴിയും, അപ്പോഴെങ്കിലും നേരിടാൻ കഴിയും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? അത് നേരിടാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വെരി ഇമ്മീഡിയറ്റ് സ്റ്റെപ്പിലേക്ക് വരും എന്നുള്ളതല്ല. പക്ഷേ നമ്മളുടെ അടിസ്ഥാനപരമായ സമൂഹത്തിൽ സ്ത്രീക്കുണ്ടാകുന്ന വളർച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഇടങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ച തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിലൊരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്. ഒരുപക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയകളിൽ ഉൾപ്പെടെയുള്ളിടത്ത് ആ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുന്നുണ്ട്, അഥവാ മാറ്റം വരണമെന്നുള്ള നിർബന്ധ ശീലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം ഇടപെടലുകളിലൊക്കെ സ്ത്രീ പഠിച്ചു തന്നെയാണ് വരുന്നത്. ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന ബലം വേറൊരു ബലമാണ്, നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന കരുത്ത് മറ്റൊന്നാണ്. അപ്പോൾ അത്തരത്തിൽ വളർന്നു വരുന്ന ആൾക്ക് എൻ്റെ സ്പേസ്, ഞാൻ നേരത്തെ ഇരുന്ന ഇടങ്ങളല്ലാത്ത ഒരു ഇടങ്ങളുണ്ട് എന്ന് പൊതുവായ സ്ത്രീ ധാരണകൾ വരുമ്പോൾ ഇത് മാറിയേ പറ്റൂ. മാറാതെ എവിടെ പോയി. അപ്പോൾ ഞാൻ പിള്ളച്ചൻ സരസ്വതിക്ക് വീണ്ടും എനിക്ക് അതിലേക്ക് കടക്കേണ്ടതായിട്ട് വരുന്നു. അത് ആ സമയത്തൊരു വളരെ നാട്ടിൻപുറത്തെ ഒരു തമാശയായിട്ട് ലാൽ ജോസ് ചിത്രീകരിച്ച് ഹിറ്റായ ഒരു കാര്യം. അതിൽ വീണ്ടും ഗായത്രി വർഷ അതിനൊരു താത്വിക അവലോകനം കൊടുക്കുന്നു. നാട്ടിൻപുറത്തെ ഒരു അവിഹിതത്തെ സ്ത്രീ സ്വാതന്ത്ര്യമായിട്ട് വിശേഷിപ്പിച്ചു ഗായത്രി വർഷ. ആ തരത്തിലുള്ള വിമർശനങ്ങൾ പോലും ഉണ്ടായി. അങ്ങനെ പറഞ്ഞ ഒരാൾ പറയാണ് ഞാനൊരു ഫെമിനിസ്റ്റ് വാദിയല്ല എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുകൂടി ഒന്ന് ചുരുക്കി പറയാം. സ്ത്രീ സ്വാതന്ത്ര്യം എന്താണെന്ന് അല്ലേ? അതിന് എനിക്ക് ഒരു കോളെന്താ Q18 ഒരു എപ്പിസോഡും കൂടി അതാണ് ഇപ്പോഴത്തെ ലോകം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു രസകരമായ കൗണ്ടറുണ്ട്. ഡെന്നി പി മാത്യു അങ്ങനെ എന്തോ ഒരാളാണ്, എനിക്ക് ആളെ അറിയില്ല, അദ്ദേഹം പ്രവാസിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ചെറുപ്പക്കാരനാണ്. ഡെന്നി പി മാത്യു സരസുവിൻ്റെ 2ാം ഭാഗം എഴുതി. ഞാനത് ലാൽ ജോസ് സാർ എനിക്കത് അയച്ചു തന്നു. സരസു ഈ സരസുമായിട്ട് ഇരിക്കുമ്പോഴേ പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. അന്ന് എപ്പോഴോ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സരസുവിനെ ആരോ എന്തോ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡെന്നി പി മാത്യു എഴുതിയേക്കുന്നത്. അപ്പോൾ ആ സരസുവിൻ്റെ ഒരു ലോകവിഷൻ, ഡെന്നി പി മാത്യു എഴുതിയ സരസു ഒരു പാൻ ഇന്ത്യൻ സരസുവാണ്. ഡെറാഡൂണിൽ ഇരിക്കുമ്പോൾ ഇന്ത്യ സംസ്കാരത്തെ അവലോകനം ചെയ്യുന്ന സരസുവിൻ്റെ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സ്വാഭാവിക വളർച്ച സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു സമൂഹത്തിലാണ്, ഉണ്ടായിക്കഴിഞ്ഞ ഒരു സമൂഹം, സ്ത്രീക്കല്ല സ്ത്രീ കാഴ്ചപ്പാടുകൾക്കുണ്ടായ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സരസു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണെന്ന് പറഞ്ഞത്. അത് നല്ല ബോധമുള്ള, വിവരമുള്ള, ജ്ഞാനമുള്ള ആൾക്കാർക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുള്ള ഒരു പ്രയോഗമാണ്. പിന്നെ ഈ മനസ്സിലാകാത്ത സോക്കോൾഡ് കുലസ്ത്രീ പട്ടത്തിനകത്ത് ബ്രാക്കറ്റിനകത്ത് നിൽക്കുന്നവർക്ക് ഏത് കാലത്തും മനസ്സിലാവാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തൊരു എക്സ്പ്ലനേഷൻ താല്പര്യമില്ല. എപ്പോഴും ഈ വിമർശനങ്ങളെല്ലാം പലയിടത്തുനിന്ന് വരുമ്പോഴും പിന്തുണ നൽകുന്ന ഒരു കുടുംബം കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ. അതും കൂടെ ചുരുക്കമായി. തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 2 ആങ്ങളമാരുടെ ഇടയിൽ 2 അനിയന്മാരുടെ സ്വീറ്റ്, എല്ലാവരും പറയും ഇങ്ങനെ 2 അപ്പുറം ഇപ്പുറം 2 അനിയന്മാർ. ഇപ്പോഴും അങ്ങനെ ആയിട്ടോ, ഇന്നും ആ ഒരു സ്നേഹത്തിന് ഉലച്ചിൽ വന്നിട്ടില്ല എന്നുള്ളത് പല കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾക്കുള്ള അത്ര കോർ സ്നേഹമുള്ള 2 ബ്രദേഴ്സിൻ്റെ ഇടയിൽ അവൻ ആണല്ലേ, ആൺകുട്ടിയല്ലേ, അതുകൊണ്ട് നീ മാറി നിൽക്കുക എന്ന് പറയാത്തൊരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ബയസ്ഡായിട്ടൊരു അന്തരീക്ഷം. അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഞാൻ പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്ര സംഘടനാ ഇടങ്ങളും എനിക്കങ്ങനെ തന്നെ ബാലസംഘവും SFIയും എല്ലാം വളരെ ആൺപെൺ വ്യത്യാസമില്ലാതെ ചേർത്ത് നിർത്തിയത്. ഇന്ന് മാറ്റങ്ങളുണ്ട്. ഇന്ന് സമൂഹത്തിൽ വന്നേക്കുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ന് കുറച്ചുകൂടി സ്ത്രീയെ ആ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ഒരിടത്തായിരിക്കാം വിദ്യാർത്ഥിനികൾക്കുൾപ്പെടെ പ്രവർത്തിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്ന സംഘടനവും വിമർശനവും ഇന്നത്തെ സംഘടനാ രീതികളോട് എനിക്കുണ്ട്. അത് ആ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ ഇടങ്ങളും എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതേപോലെ കട്ടയ്ക്ക് കൂടെ ഒരു കോമ്രേഡ്ഷിപ്പിൽ നിൽക്കുന്ന ഒരു കുടുംബവും മോളും ഒക്കെ എനിക്ക് അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോഴും എന്നെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഏതായാലും ആരെയും പേടിക്കാതെ ഇനിയും തുറന്ന് പറയട്ടെ, നിലപാടുകൾ കൂടുതൽ ശക്തമായിട്ട് പറയാൻ എല്ലാവിധ ശക്തിയും. എനിക്ക് തോന്നുന്നു അപർണ ഉൾപ്പെടെ അപർണയുടെ മുഖത്ത് വന്ന് ചില സാധനങ്ങൾ ഞാൻ പറയുമ്പോൾ അപർണയുടെ കണ്ണിൽ വന്നിരിക്കുന്ന ചില ഗ്ലിറ്ററിങ് ഞാൻ കണ്ടു. എൻ്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ ഇടങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അപർണ ഭയങ്കരമായിട്ട് ഗ്ലിറ്റർ ചെയ്തു ഇല്ലേ? ഇപ്പം നമ്മൾ 2 കോളങ്ങളിൽ ഈ ഒരു ഇത് കണ്ടിരിക്കുമ്പോൾ അത് നുണയല്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. കോൺട്രിബ്യൂട്ടായി സ്വാതന്ത്ര്യബോധത്തോടു കൂടി നമുക്ക് സംഭാവന ചെയ്യാൻ വരുന്ന ഒരിടത്തേക്കാണ് സ്ത്രീയുടെ വളർച്ച എന്ന് ഞാൻ പറയുമ്പോൾ അപർണയുടെ കണ്ണുകൾക്ക് ഒരു എക്സ്ട്രാ തിളക്കം ഞാൻ കണ്ടു. ഈ ലോകത്തെ ഏത് പെണ്ണിനും അതുണ്ട്. പക്ഷെ അതല്ല ശരിയെന്ന് പറഞ്ഞ് സോക്കോൾഡ്
അനുഷ്ഠാനങ്ങളുടെയോ മറ്റെന്തിൻ്റെയൊക്കെ ഇടങ്ങളിലേക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു പദപ്രയോഗം പോലെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. അതിനോട് നമുക്ക് സഹതപിക്കാനും കൂടി കഴിയണം തീർച്ചയായിട്ടും എന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ക്യുവൈറ്റിനൊപ്പം ഇത്രയും സമയം. വളരെയധികം നന്ദി ഗായത്രി വർഷ. താങ്ക് യു സോ മച്ച്.